റഷ്യ ആദ്യമായി തങ്ങളുടെ തെറ്റ് സമ്മതിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റഷ്യ സംബന്ധിച്ച തെറ്റ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഡിസംബറിൽ ഒരു അസർബൈജാനി വിമാനം തകർന്നത് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ പിഴവ് മൂലമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ വ്യാഴാഴ്ച ആദ്യമായി സമ്മതിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കുവിൽ നിന്ന് ഗ്രോസ്നിയയിലേക്ക് പറക്കുകയായിരുന്ന വിമാനത്തിൽ 67 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 38 പേർ കൊല്ലപ്പെട്ടു. യുക്രൈനിയൻ ഡ്രോണിനെ വെടിവെക്കാൻ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ചതായി പുടിൻ വ്യക്തമായി പ്രസ്താവിച്ചു. എന്നാൽ വിമാനത്തിന് സമീപം ഒരു സ്ഫോടനമുണ്ടായത് പടിഞ്ഞാറൻ കസാക്കിസ്ഥാനിൽ തകർന്നു വീണു എന്നാണ് പുടിൻ പറയുന്നത്. അസർബൈജാനി പ്രസിഡന്റ് ഇൽഫാം അലിയേവിയോട് പുടിൻ ആദ്യമായി ഔദ്യോഗികമായിട്ട് ക്ഷമാപണം നടത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നേരത്തെ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഒരു ദുരന്തകരമായിട്ടുള്ള സംഭവം എന്ന് പുടിൻ തള്ളിക്കളഞ്ഞിരുന്നു. റഷ്യ സത്യം മറച്ചുവെക്കുകയും വസ്തുതകൾ മറച്ചുവെക്കുകയും ചെയ്തതായി അസർബൈജാനും ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കടുത്ത സംഘർഷത്തിന് കാരണമായി. ദുഷാൻബെയിൽ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സംഭവത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണം അസർബൈജാൻ ആവശ്യപ്പെടുന്നുവെന്ന് അലിയേവ് ഊന്നിപ്പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ തടയാൻ സുരക്ഷയും ആശയവിനിമയ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും റഷ്യയും അസർബൈജാനുമായിട്ടുള്ള ബന്ധം സുസ്ഥിരമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. നയതന്ത്ര സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു നടപടിയാണ് പുടിൻ്റെ ക്ഷമാപണം. അത് പുടിൻ്റെ ഒരു ടെക്നിക്കാണ് എന്നാണ് ഇപ്പോൾ പുടിൻ്റെ വിശ്വസ്തർ പുറത്തു പറയുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.